സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫേഷ്യൽ അന്വേഷണം നടക്കുകയാണോ? വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നന്നായിട്ടൊരു എക്സ്ഫോലിയേഷൻ തരുന്ന ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ തരുന്ന എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു DIY ബ്രൈറ്റനിങ് ഇല്ലെങ്കിൽ ഗ്ലോയിങ് തരുന്ന ഒരു ഫേഷ്യലാണ്. നിങ്ങളുടെ ടാനൊക്കെ റിമൂവ് ചെയ്ത് ഡീടാനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കുറേ ബ്യൂട്ടി ടിപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ എൻ്റെ മാക്സിമം റിപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഇത് ഇന്നലെ രാത്രി കിടക്കാൻ നേരം ഞാൻ മുടി കെട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് അഴിക്കുമ്പോൾ എനിക്ക് നല്ലൊരു കേൾസ് വരും. നമ്മളിങ്ങനെ മുടി പിന്നീട്ട് കഴിയുമ്പോഴേക്കും ഒരു കേൾ വരുമല്ലോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോഴേക്കും മുടി ഇങ്ങനെ കേളൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ് കേട്ടോ. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന എന്ത് വേണമെങ്കിലും എടുക്കാം. വേണമെങ്കിൽ ഫേസ് വാഷസ് ഓൾസോ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇന്നത് ഈ കാണുന്നൊരു പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് എന്ത് പൗഡറാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ശർക്കരയില്ലേ, അത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു പൊടിയായിട്ടുണ്ട്. ഞാൻ ചായയിൽ ശർക്കര ഇടാറുള്ളതുകൊണ്ട്. അപ്പോൾ അതൊരു 1.25 സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യണേ. നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ പാൽ യൂസ് ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതല്ല ഓയിലി സ്കിന്നാണെങ്കിൽ കേർഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നോർമൽ വാട്ടർ, ഇപ്പോൾ ഞാൻ നോർമൽ വാട്ടർ യൂസ് ചെയ്താണ് മിക്സ് ചെയ്തത്. അതാണെങ്കിലും നല്ലതാണ്. എന്നിട്ട് ഞാൻ അതേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തരികളൊന്നും പാടില്ല കേട്ടോ. അതായത് ഇങ്ങനെ കട്ടായിട്ടില്ല, അങ്ങനത്തെ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലോണം ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഗുണം ഉണ്ടാവണമെന്ന് അറിയോ? ഞാൻ ഡാൻസ് കളിക്കുന്നതോട് പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ശർക്കരയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യും. ഇതിനകത്ത് ഹ്യൂമെക്റ്റൻ്റ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് എടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള അത്ര മാത്രം എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും പുതിയത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഞാൻ അങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഒത്തിരി പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ആ പിമ്പിൾസ് ഉള്ള ഏരിയയിൽ ഇട്ടിങ്ങനെ ഉരയ്ക്കരുത് കേട്ടോ. പിമ്പിൾസ് ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. ഇനി പിമ്പിൾസ് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി. ഇങ്ങനെ റബ്ബ് ചെയ്യണതിന് പകരമായിട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് അങ്ങനെ കൊടുത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഇത് ക്ലെൻസർ ആണെങ്കിലും നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ നിങ്ങൾക്ക് പറ്റാനുള്ള ഒരു 5 മിനിറ്റ് അല്ലൊന്നും ഇങ്ങനെ വലിയണത് വരെ ഇത് നമ്മുടെ സ്കിന്നിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഒന്നും കൂടി കൂടും. അതായത് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കൂടി നമുക്ക് സ്കിന്നിലോട്ട് അതൊന്ന് അബ്സോർബ് ആവാനും അതിന് പെർഫോം ചെയ്യാനുള്ള ടൈമും കൂടി കിട്ടും. ഇത് പിന്നെ നിങ്ങൾക്ക് കണ്ണിനടിയിലൊക്കെ ഇടണതിന് പ്രശ്നമില്ല കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാം. കണ്ടതൊരു ഗ്ലോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യില്ലേ? അപ്പം നമുക്ക് ആ ഒരു സ്റ്റിക്കി ഒരു ഫീല് വരും. എന്നിട്ട് ഇത് കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയൊരു വലിച്ചിൽ വരും. ആ ടൈം ആകുമ്പോഴേക്കും ഫേസ് നല്ലോണം വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ ഫീല് നമ്മുടെ സ്കിന്നിൽ മനസ്സിലാവും കേട്ടോ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഇങ്ങനെ ഒരു തവണയൊക്കെ നിങ്ങൾ ടാനായിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ കേർഡ് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തക്കാളിയൊക്കെ മിക്സ് ചെയ്യാം. ഞാൻ പിന്നെ മൈക്രോ ഫൈബർ ടവൽ വെച്ച് ഒന്നിങ്ങനെ സ്കിന്നൊന്ന് ഒപ്പിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഒന്ന് സ്റ്റീമിയാണ്. സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫേസ് മാസ്കിൻ്റെ ടാബ്ലറ്റ് ഇല്ല, അത് പൊട്ടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇടുകയാണ്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റീം ചെയ്യാം. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണെങ്കിലും നമ്മുടെ പോഴ്സ് ഒന്ന് ഓപ്പൺ ആക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടും ഞാൻ കുറച്ച് മുമ്പ് ചൂടുവെള്ളം ഉണ്ടാക്കിയതുകൊണ്ടും അതിനകത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീം കൊള്ളാം, പക്ഷെ കുറച്ച് ദൂരെ വെച്ചിട്ട് കൊള്ളണം കേട്ടോ. നല്ലോണം ഇങ്ങനെ പൊള്ളണ പോലെ കൊള്ളരുതേ. അപ്പോൾ ഞാൻ ഈ തുണി ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. ഇതെന്നിട്ട് ഫേസ് മാസ്ക് പോലെ ഇങ്ങനെ ഫേസിൽ വെക്കുക കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ഡാൻസാണ് അവിടെ. ഞാൻ പാട്ടിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. വെച്ചാൽ ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു സ്കിൻ കെയർ ഫേഷ്യൽ ചെയ്യണമെന്ന്. ടാനൊക്കെ ആയിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും സമയമുണ്ട്, അപ്പോൾ നമുക്കിത് ഷൂട്ടും ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ചെയ്യണം. അതായത് ഞാൻ മുടി പോലും അഴിക്കാതെ എൻ്റെ ഒരു കംഫർട്ട് സോണിലിരുന്നിട്ടാണ് ഞാനിത് ചെയ്യണത് കേട്ടോ.
അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. സോറി, എനിക്ക് എൻ്റെ ക്രിഞ്ചടിക്കണത് കണ്ടിട്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഫേസിൽ ഫേസ് മാസ്ക് ഇട്ട് വെച്ചിട്ട് ഞാൻ വേറൊരു കോട്ടൺ പീസ് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി ആ ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണേ. അങ്ങനെ കാണിക്കുമ്പോഴേക്കും ആ ചൂട് നമ്മുടെ പോഴ്സിനൊന്ന് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്ന സംഗതികളിൽ അതൊക്കെ ഒന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊരു മിനിറ്റ് എങ്ങാനും വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ആ ചൂട് ഒന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, 1-2 മിനിറ്റ് എങ്ങാനും വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിങ്ങനെ എടുത്ത് ഞാൻ മാറ്റി അതിന് ശേഷം ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം. ഒരു ടവലോ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെറുതായിട്ട്, നമുക്ക് ഭയങ്കര വെറ്റായിട്ടുള്ള ഇടണേക്കാട്ടിലും ബെറ്റർ അങ്ങനെ ഒരു ശകലം ഡാമ്പായിട്ടിരിക്കുന്ന ആ ഒരു ഇതിലോട്ട് ഇടുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് മാസ്ക് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റീമൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ പോഴ്സ് നന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണോ അല്ലെങ്കിൽ 1/4 സ്പൂണോ മാത്രം ഓട്സ് എടുക്കുക. എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഓട്സും അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി പൊടിക്കാം. നിങ്ങൾക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേർഡ് ആഡ് ചെയ്യാം, മിൽക്ക് ആഡ് ചെയ്യാം, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്ത് ആഡ് ചെയ്യാം. ഞാനിതിലിപ്പോൾ നോർമൽ വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാൻ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഗുണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലാക്സ് സീഡില്ലേ, ഫ്ലാക്സ് സീഡിനകത്ത് omega-3 ഫാറ്റി ആസിഡ് ആണ് കേട്ടുള്ളത്. അത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ റെഡ്നെസ് കുറയ്ക്കാനും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് നമുക്ക് കൺസ്യൂം ചെയ്യണത് നല്ലതാണ്, സ്കാൽപ്പിന് ഭയങ്കര നല്ലതാണ്, സ്കിന്നിനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള ഓട്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓട്സ് നമ്മുടെ സ്കിന്നിന് നല്ലോണം സൂത്തനാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മൈൽഡ്ലി ഒന്ന് ക്ലെൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് സാപ്പോനിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് കാരണം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസ്ഡ് ഫീൽ വരും. അതുകൊണ്ട് ഓട്സ് നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഫേസ് ഫുള്ള് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കഴുത്തിലോട്ടൊക്കെ കൂടിയിട്ടിടണേ. ഫുള്ള് കഴുത്തിലും നിങ്ങൾക്ക് കയ്യിലും കാലിലും എവിടെ വേണമെങ്കിലും കഴുത്തിൻ്റെ പിറകിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതായത് ഒരു ഡീഹൈഡ്രേറ്റഡ് ഫീലുള്ള സ്കിന്നില്ലേ, അതായത് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെന്ന് വെച്ചാൽ ഡ്രൈ ആണ്, എന്നാൽ ഓയിലി ആണ്, എന്നാൽ പിമ്പിൾസ് വരും. അങ്ങനത്തെ ഒരു എന്താ നടക്കണതെന്ന് അറിയാൻ പറ്റാത്തൊരു സ്കിന്നില്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒന്ന് ബ്രേക്കായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ടാണ്. അങ്ങനെ സ്കിൻ ടൈപ്പുള്ളവർക്ക് ഭയങ്കര നല്ല, എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും നല്ല, അങ്ങനെ സ്കിൻ ടൈപ്പുള്ളവർക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഇതെന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് ഫേസിൽ വയ്ക്കുക. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു ഫീൽ വരും, ഇങ്ങനെ ഒരു വലിഞ്ഞെന്നുള്ളൊരു ഫീൽ വരും. ആ ഫീൽ വരുമ്പോഴേക്ക് ഇത് വാഷ് ചെയ്യുമ്പോൾ ഒരു സ്ലൈമി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. നമുക്ക് കഴുകി കളയാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു തുണിയോ ഒരു കോട്ടൺ പീസോ എടുത്തിട്ട് ഇങ്ങനെ മേലേക്ക് ചെയ്ത് അത് റിമൂവ് ആക്കി കളയാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്കിന്നിങ്ങനെ തുടങ്ങുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി നമ്മുടെ അടുത്തത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സഫർ ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് കേട്ടോ ഡാർക്ക് സർക്കിൾസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിലുള്ള തേയിലയിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല കടുപ്പത്തിൽ നമുക്ക് ആ ഒരു തേയില വെള്ളം കിട്ടണം. എന്നിട്ട് ഞാൻ ഈ ഒരു കോട്ടൺ പീസ് ആ തേയില വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ടേക്കുവാണ്. നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലതായിരിക്കും. എൻ്റെ വെള്ളം ഈ കോട്ടൺ പീസ് ഇട്ടപ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ് ആയിപ്പോയി. എന്നിട്ട് ഞാൻ രണ്ടാക്കി ഇത് ഡിവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് രണ്ടാക്കിയിട്ട് മുക്കിയെടുത്താലും മതിയേ. എന്നിട്ട് കണ്ണിനടിയിലോട്ട് ഇങ്ങനെ ഞാൻ വച്ച് കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് രാത്രിയിലൊക്കെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ചെയ്താലും കുഴപ്പമില്ല, ഓൾട്ടർനേറ്റീവ്ലി ചെയ്താലും കുഴപ്പമില്ല, നല്ലോണം റിസൾട്ട് ഉണ്ടാവും. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു റിലാക്സ്ഡ് ഫീലും കൂടിയിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ തേയിലയുടെ കൂടെയൊക്കെ എന്ത് വേണമെങ്കിലും, അലോവേറ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് തേയില വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് ശേഷം ഞാനത് ഊരിക്കളയാണേ. കണ്ടോ, ഇതിങ്ങനെ ഊരി മാറ്റി. ഇത് നിങ്ങൾക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. ഒരു തവണ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും വേണമെച്ചാൽ റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പക്ഷേ 1-2 തവണ മാത്രം, ഒറ്റ ദിവസം അങ്ങനെ 1-2 തവണ മാത്രമായിട്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി. കുറേ നാളത്തേക്ക് യൂസ് ചെയ്യണ്ട. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സ്കിന്നിൽ പോഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. ഇതുണ്ടല്ലോ ആലം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ ഷേവ് ചെയ്യണ കടകളില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ
ഇൻഫ്ലമേറ്ററി ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക, അതായത് ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോണാണ്. പക്ഷേ ഇത് നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എക്സ്ട്രീംലി ഡ്രൈ ആക്കും കേട്ടോ സ്കിന്ന് നല്ലോണം. പക്ഷേ പോഴ്സ് ഒന്ന് ടൈറ്റൻ ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇതിന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാത്ത, ഞാനിപ്പോൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഐസ് വെക്കാം കേട്ടോ. ഐസ് ഇതേപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടൈറ്റൻ്റെ എഫക്റ്റ് കിട്ടും. ഇത് നല്ലോണം ഒരു പോഴ്സ് ടൈറ്റ് ഉണ്ടാക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേറയുടെ ജെൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹോബ ഓയിലാട്ടോ. അതിൻ്റെ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ എൻ്റെ ഓയിലി സ്കിന്നും ഒരു പെട്ടെന്ന് ആക്നി ടെൻഡൻസി ഉള്ള സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ 1 ഡ്രോപ്പ് മാത്രം എടുക്കണം. എന്നിട്ട് ഞാൻ നല്ലോണം കയ്യിലിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇത്രയും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിക്കങ്ങനെ ഓയിൽ ഒത്തിരി എൻ്റെ സ്കിന്നിലോട്ട് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാനിത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്തൊരു മിൽക്കി ടെക്സ്ചർ നമുക്ക് കയ്യിൽ കിട്ടും. അത് കിട്ടണ വരെ നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലിടുക. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ ഓയിൽ ഉണ്ടെന്ന് ഫീൽ ചെയ്യില്ല. ശരിക്കും നമ്മളൊരു മോയ്സ്ചറൈസർ ഇടണം, ഒരു നോൺ സ്റ്റിക്കി വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ഇടുന്ന പോലെ നമുക്കിത് കിട്ടും. ഇത് നിങ്ങൾക്ക് കഴുത്തിലും കഴുത്തിൻ്റെ പിറകിലും ഫുൾ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പോഴ്സ് ഒന്ന് ഓപ്പൺ ആയി നമ്മുടെ pH ഒന്ന് തെറ്റും. അപ്പോൾ അതൊന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടോ, നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ഒരു മടി കാണിക്കരുത്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സ് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പോ ഫേസ്ബുക്ക് ഗ്രൂപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടി ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി പറയാം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കും എനിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.